5 ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സ്. ഒന്നാമത്തെ ചോദ്യം 27, 12, 15, 32, 14, 18, 37, 16, 21. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിലെ ഒഴിഞ്ഞ കളങ്ങളിലെ ഏതൊക്കെ സംഖ്യകളാണ് പൂരിപ്പിക്കേണ്ടത്? ഇതാ ഇവിടെ ഉണ്ട്. ആദ്യം ഇത് നോക്കണം, എന്നിട്ട് ഇതിലുള്ള സംഖ്യകളുടെ പ്രത്യേകത അനുസരിച്ച് വേണം ഈ കളങ്ങൾ പൂരിപ്പിക്കാൻ. മുകളിൽ എന്താണുള്ളത്? 27, 32, 37 അല്ലേ? 27ഉം 5, 32, 32ഉം 5, 37. അപ്പം 5 വീതം കൂട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ 5 കൂട്ടുക, കൂട്ടിയാൽ 42. 12ഉം 14, 16. അപ്പൊ ഇവിടെ വരുന്ന എത്രയാ? 2 വ്യത്യാസം അല്ലെ? 12, 2, 14, 2, 16, 2, 18 ഇവിടെ വരും. അടുത്തെന്താ? 15ഉം 3ഉം 18, 3ഉം 21, 3ഉം 24. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനഘസംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ അല്ലാത്തത് ഏത്? ഇവിടെ കൊടുത്തിട്ടുള്ള സംഖ്യ ഏതൊക്കെയാ? 6, 28, 4. ഇതിൽ കണ്ടുപിടിക്കേണ്ട എന്താണ്? അനഘസംഖ്യ അല്ലാത്തത്. അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. 6, 28, 4. ഇതിൽ എന്താ അനഘസംഖ്യ എന്ന് പറഞ്ഞാല്? ഇപ്പം 6, അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1, 2, 3, 6. ഇതല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇതും കൂടെ കൂട്ടിയ എത്രയാ? ഇതേ സംഖ്യ കിട്ടി. അതായത് അതേ ഘടകമല്ലാത്ത, ആ സംഖ്യ തന്നെ ഘടകമല്ലാത്ത മറ്റ് ഘടകങ്ങളുടെ തുക അതേ സംഖ്യ കിട്ടുമെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. 6 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. നിങ്ങൾ ഇതേപോലെ 28ന്റെ ഘടകങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്ക്. 1, 2, 4, 7, 14, 28. 14, 7, 21, 25, 27, 28 കിട്ടുന്നുണ്ട്. ഇതും ഒരു അനഘസംഖ്യയാണ്. 4 ഒരു അനഘസംഖ്യയല്ല. അതിന്റെ ഘടകങ്ങൾ 1ഉം 2ഉം ആണ്. കൂട്ടിയാൽ 1, 2, 4. 4 നമുക്ക് ഒഴിവാക്കാം, അതേ സംഖ്യയാണല്ലോ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണ്? ഇത് ഒരു അനഘസംഖ്യയല്ല. അടുത്ത ചോദ്യം, 5, 12, 31, 68 ഡാഷ് ഈ ശ്രേണിയിലെ അടുത്ത പദം. അതായത് ഇവിടെ ഡാഷ് എന്ന ആ വിട്ട ഭാഗത്തെ സംഖ്യ. ഓപ്ഷൻ ഉണ്ട്: 110, 125, 116, 129. ഏതൊക്കെയാണ് ശ്രേണിയിലെ സംഖ്യകൾ? 5, 12, 31, 68. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 110, 125, 116, 129. ഈ 4 ഓപ്ഷൻസിലെ ഏതാണ് ഇവിടെ വരുന്നത്? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? 5നോട് എത്ര കൂട്ടിയാലാണ് 12 കിട്ടുക? 7. 12നോട് എത്ര കൂട്ടിയാൽ 31 കിട്ടും? 19. 31ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 68 കിട്ടും? 37. 7ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 19? 12. 19ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 37? 18. അപ്പൊ വീണ്ടും ആ വ്യത്യാസത്തിന്റെ വ്യത്യാസം 12, 18. അടുത്ത വ്യത്യാസം എത്ര വരും? 12ന്റെ കൂടെ 6 കൂട്ടിയാൽ 18, 18ന്റെ കൂടെ 6 കൂട്ടിയാൽ 24. ആ 24ഉം 37ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 61. 61, 68ന്റെ കൂടെ കൂട്ടണം. എത്ര കിട്ടും? 129. ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ശ്രേണിയിലെ സംഖ്യ കണ്ടുപിടിക്കാൻ എന്നത്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. -3 ഇൻറ്റു 5 - 2 പ്ലസ് -3 ഇൻറ്റു 0. -3 ഇൻറ്റു 5 - 2 പ്ലസ് -3 ഇൻറ്റു 0. ഇതിവിടെ എഴുതാം. -3 ഇൻറ്റു 5 - 2 പ്ലസ് -3 ഇൻറ്റു 0. ആദ്യം ഈ ബ്രാക്കറ്റിനകത്ത് വെച്ച് ചെയ്യുക അല്ലേ. 5 - 2 എത്രയാ? 3. 3 ഗുണിക്കണം -3. 3 ഗുണിക്കണം 3 9. ഒരു നെഗറ്റീവ് സംഖ്യയാണ്. അപ്പോൾ ഉത്തരം -9 പ്ലസ് -3 ഗുണിക്കണം 0. ഏത് സംഖ്യയെയും 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 ആണ്. -3നെ 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 തന്നെ. ആ 0 -9 കൂടെ കൂട്ടിയാൽ എത്രയാ? ഏത് സംഖ്യയോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെയാണല്ലോ അല്ലേ ഉത്തരം. അപ്പോൾ -9. ഓക്കെ. അടുത്ത ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. പേന, യൂണിഫോം, പുസ്തകം, പെൻസിൽ. ഒറ്റയാനാണ് ഈ 4 പേന എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നു, യൂണിഫോം ഡ്രസ്സ് ധരിക്കുകയാണ്, പുസ്തകം വായിക്കാൻ ഉപയോഗിക്കുന്നു, പെൻസിൽ എഴുതാൻ ഉപയോഗിക്കുന്നു. അപ്പം ഈ 3 പേനയും പുസ്തകവും പെൻസിലും അത് നമ്മുടെ പഠന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. എന്നാൽ യൂണിഫോം ധരിക്കുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഒറ്റയാൻ യൂണിഫോം ആണ്. ഓക്കെ.